പിരിവായിട്ടൊന്ന് നോക്കണമല്ല. അതൊക്കെ വാങ്ങാൻ നേരത്ത് ഭയങ്കര ഇത് കാണിക്കും. പൈസ ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമാണ്. അണ്ണാച്ചി പൈസ അടച്ചിട്ടില്ല, എന്ത് പറ്റി? തരാം അണ്ണാച്ചി, പൈസ കിടക്കില്ലേ, സ്വപ്പ ടൈറ്റ് ഇല്ല. വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അന്ത മാതിരി ചൊല്ലിയാ തരാം, ഉറപ്പായിട്ട് തരും. എന്ത് മുടക്കായി വെച്ച്? എത്ര മുടക്കം? നോക്ക്, പാറ് 5-6 തവണ വെച്ച്. 5-6 തവണ ഇല്ല, നിങ്ങൾ വാങ്ങപ്പോ അന്തമാതിരി ചൊല്ലിയില്ല. തരും, കൊഞ്ചം ടൈറ്റ്. അടുത്ത മാസം ഉറപ്പായിട്ട് തന്നിരിക്കും. കണ്ടിപ്പാ തരും. നോക്കിയാണ് പിരിവെടുത്തിട്ട് കടയടച്ചിട്ട് പോയേക്കണത്. ഞാൻ അവർക്ക് വാങ്ങണ നേരത്ത് ഭയങ്കര ഇത് കാണിക്കും. പിന്നെ മതിയാക്കിയെന്നുള്ളത് എന്റെ പൈസ പോയി. കോളനിക്കകത്തൊന്നും പിരിവ് സമയത്ത് കിട്ടത്തില്ല. നോക്കാം, ഗൾഫുകാരുടെ വീട് വല്ലതും നോക്കി പോവാ. അണ്ണാച്ചി വന്നമ്പാ. എന്തോ വരുന്നേ, അവിടെ നില്ലേ. കിട്ടിയില്ല, എത്ര ദിവസം കൊണ്ട് നിങ്ങൾ നിലയ്ക്കുമ്പോഴേ ഞാൻ അങ്ങ് എത്തും. അതാണ് അണ്ണാച്ചി. അത്യാവശ്യമായിട്ട് 10,000 രൂപ വേണം. അയ്യോ, ഇന്ന് തന്നെ നടക്കാതെ. அந்த சுலோஜன சேச்சி இல்லையா, அந்த அங்க இடத்துல அந்த ஆளு പറഞ്ഞു இன்னைக்கு പൈസ വേണമെന്ന്. உங்களுக்கு എങ്ങനെ തരും? இன்னைக்கு തരാൻ முடியாது. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നേ പറ്റൂ. അത് നിങ്ങളെ ഭർത്താവിന്റെ പേർഷ്യയിൽ ഇരുന്നില്ല? അത് എന്നാച്ചി? 3 മാസമായിട്ട് ഇപ്പൊ പൈസ ഒന്നും അയക്കുന്നില്ല. എന്നാലും അടുത്ത വാരം കണ്ടിപ്പാ തരാം. അടുത്ത മാസം പറ്റത്തില്ല, എനിക്ക് ഇപ്പോൾ തന്നെ இந்த மாசம் തരാം, இந்த ആഴ്ച തരാൻ முடியாது. അത്യാവശ്യമായിട്ട് കിട്ടിയേ പറ്റൂ. വളരെ അത്യാവശ്യമാണ്. ഞാൻ അപ്പുറത്ത് ചേച്ചിയിൽ നിന്ന് 10,000 രൂപ കടം മേടിച്ച് നാളെ ഇനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാട് മുഴുവനും അറിയും. 3 മാസമായിട്ട് അയാള് പൈസയൊന്നും അയക്കും. മാസമായിട്ട് ജോലിയൊന്നും ഇല്ല. അടുത്ത വാരം മതിയാ? ഇല്ല, എനിക്ക് ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അടുത്ത വാരം തന്നാ പോതുമാ? ഇല്ല, ഇന്ന് തന്നെ വേണം. ഇന്നെനിക്ക് തന്നെ വേണമാ? നോക്കട്ടെ, ഞാൻ മടവ് കണിശം താഴെ. അത് ഞാൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കാം. ആഴ്ച കണിശം. ഓക്കെ, അതൊക്കെ ഒരു മാറ്റവും വരാതെ. ഇല്ല, അതൊരു മാറ്റം വരത്തില്ല. വളരെ നന്ദിയുണ്ട്. നന്ദിയൊക്കെ അപ്പുറം ചൊല്ല. പേര് ഞാൻ മറന്നു പോയി. ദാക്ഷായണി. അമ്മ എങ്ക പോയി? അമ്മ ഇവിടെ ഇല്ല. അമ്മ ഒരു വീട്ടില് ജോലിക്ക് പോവാ. വീട്ടില് ജോലിക്ക് പോവുക. അഡ്രസ്സും കൂടെ ചൊല്ലുങ്ക. ശാന്തി ഭവൻ, വട്ടപ്പാറ. ഇപ്പൊ ഞാൻ ഒരു തടവ ചൊല്ല. ഇത് മടവ് മട്ടും കുഴക്കരുത്. அந்த பெரியവര് അതൊക്കെ കുഴപ്പമുണ്ടാക്കും. ഇല്ല, ഇതിപ്പോ അവർക്ക് കൊടുക്കാനുള്ള പൈസ உங்களுக்கு തന്നത്. അടവ് കണ്ടിപ്പാ അടയ്ക്കണം. ഒന്നുമേ മുടക്കൂടാതെ. ഇല്ല. ശരി അമ്മ. ഓ ശരി. ഹലോ, പറയടി. നീ എവിടെ നിൽക്കുന്ന? ഞാന് വെഞ്ഞാറമൂട്ടില്. പറഞ്ഞാ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അടുത്ത് തരുമോ? ഇപ്പൊ എടുക്കടേ. അയ്യോ, അത്രക്ക് എന്താ അത്യാവശ്യം? ഇനിയിപ്പോ നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാൻ അപ്പൊ അടുത്ത ആളെ വിളിച്ചു പോകട്ടെ. ശരി. ശരി. ഹലോ. നീ എവിടെയാടി? ഞാൻ വീട്ടിലുണ്ട്. ആഹാ, പിന്നെ എനിക്കൊരു അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അയ്യോടി, നിനക്കറിഞ്ഞൂടെ എന്റെ അവസ്ഥ. എന്റെ ചേട്ടൻ പൈസയൊന്നും അയക്കുന്നില്ല. ഞാൻ അതിന്റെ അപ്പുറമായിട്ട് പെട്ടിരിക്കുക. എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല തരാൻ. ഇല്ലടി, നീ എന്തിനീ ആവശ്യമില്ലാത്ത പലിശ ഇതൊക്കെ എടുത്ത് കൂട്ടിയിടുന്നത്? ഓരോ ലോൺ എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി അടുത്ത ലോൺ എടുത്ത് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പെട്ടുപോയതാടി, പറഞ്ഞിട്ട് കാര്യമല്ല. ഇനിയിപ്പോ ഞാൻ ആത്മഹത്യ ചെയ്യാനേ വഴിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വളപട്ടണം എന്നൊരു ആപ്പുണ്ട്. അത് കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിന്റെ ആധാറും പ്രൂഫ് മാത്രം കൊടുത്താൽ മതി. അക്കൗണ്ട് നമ്പറും കൂടെ കൊടുക്കുക. അപ്പൊ അവരിങ്ങോട്ട് പൈസ ഇട്ട് തരും. അങ്ങനെ ഉണ്ട്, ഞാൻ ചെയ്ത് നോക്കാം.
അപ്പൊ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. പട്ടണം കുറെ ആപ്പും കോപ്പും ഇറങ്ങിയിരിക്കണം. പണ്ട് അണ്ണാച്ചിയെങ്കിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാ എന്തോ. പാനും ആധാറും ചോദിക്കണം. ഇനി അതെടുത്തോണ്ട് ഒന്ന് ചെയ്യാം. സാർ ഇതെന്നാ നല്ല മുടക്കമുണ്ടല്ലേ, എന്നാ പറ്റി? ഇത് കളക്ഷൻ എടുക്കണല്ലേ ഒന്നും, ജോലിയിൽ നിന്ന് ഇവളെ പിരിച്ചുവിടും. ഇത് കറക്റ്റ് പാത്ത് ചെയ്ത് ഇവളോ പൈസ എനിക്ക് കിടക്കുന്നത്. ഇത് പാത്ത് ചെയ്യണ്ടയാ? കൊണ്ടുപോകും വന്നിരിക്കല്ലേ, വേറെ പാക്കുന്നത്. ആൾക്കാർ പൈസ തരണ്ടേ സാർ? ഏത് ശല്യം പറയുന്നത്? എത്ര പൈസ എടുക്കാറുള്ളേ കിട്ടുന്നത്? ഇവിടെ സാലറി കെട്ടാവും. സീറ്റ് കണ്ടിരിച്ചത് എടുത്തിട്ട് വേലക്ക് ഇരിക്കും, ഒന്നും ചെയ്യില്ല. ശിവന്ന വേലയൊന്നും ഇല്ലായിരുന്നു അണ്ണാച്ചി. ഇതൊക്കെ ഇത് എവ്വളോ മുടക്ക വാങ്ങിച്ചെന്ന് ചൊല്ല്. എവ്വളോ മുടക്കമായി ആശുപത്രി ഇല്ലായിരുന്നാ? നോക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു അണ്ണാച്ചി. ഞാൻ 25 രൂപ മേടിച്ചോളൂ, 50 രൂപ തന്നില്ല അണ്ണാച്ചി. உங்களை பினான்ஸ் கையெழுத்து போட்டப்ப என்ன போட்டு உங்களை அந்த லாஸ்ட் பேஜ் பார்த்தில்லையா? அந்த பேஜில் என்ன எழுதி வச்சிருக்குது? பினான்ஸ் நான் எப்படி പറയുക அந்த மாதிரி பணம் கட்டணும், வேற ஒன்றும் சொல்லக்கூடாது. ജോലിയെ കുറവാണ്. எவ்வளவு மாசம் ஆச்சு இந்த பினான்ஸ் முடக்கம் வந்துட்டு? ജോലിയെ தங்கவேல் தங்கவேல் என்ன சார்? வாங்க உள்ள ஒரு சாப்பாடு கொடுக்கல கொண்டு போய். ஆமா வாங்க ஐயா வாங்க. ஆனா பினான்ஸ் எடுத்துட்டு பினான்ஸ் உடைக்காது. அண்ணாச்சி என்ன ഒരുപാട് അടുത്തിട്ട് അടിച്ചണ്ണാച്ചി. சிவாந்தா சாப்பிட்டா? ഒരുപാട് അടിച്ചണ്ണ. சாப்பிட்டுருக்கா? அதான் வளவட்டுல பினான்ஸ்ல ஏமாத்தியே இந்த மாதிரி இருக்கும். அடைக்காச்சு வேலை இல்லாத வேலை இல்லைங்க, செக்யூரிட்டி வேலை இருக்கு. அந்த செக்யூரிட்டி வேலை கொடுங்க. பணம் ஏமாத்தாரு. ഫിനാൻസ് അടയ്ക്കാതെ ചൊല്ലിയത് എന്താ? എന്നാച്ച് അടയ്ക്കാത്തത്? എന്നെ പറ്റി? ഞാൻ നാളെ അടയ്ക്കാം സാർ. ഫിനാൻസ് എടുക്കുന്നത് എന്താ മാതിരി അല്ലല്ലോ ചൊല്ലിയത്? എപ്പടി നീ കാണിക്കുന്നത്? എന്റെ സാഹചര്യം അങ്ങനെ ആയി പോയത് കൊണ്ടാണ് സാർ. സാഹചര്യം എന്തായാലും പണം അടയ്ക്കണ്ടയാ? നീ എന്നാ കാണിക്കുന്നത്? എനിക്ക് 2 ദിവസത്തെ അവധിയും കൂടെ തരും സാർ. ഒരു അവധിയും കൊടുക്കാതെ ഇന്നേക്ക് നിന്റെ കൂട്ടുകാരനെ പാക്ക് അവരെ ഫോണില് നിന്നെ തന്നെ നിലച്ചവര് ചൊല്ലുവര്. നിനക്ക് തെരുവോ നമ്മൾ ആരുന്ന്? നീ വിചാരിച്ച് പഴയ അണ്ണാച്ചി എന്ന് കരുതിയാ? അന്ത അണ്ണാച്ചി അല്ല എന്റെ ആള്. അങ്ങനെയൊന്നും പറയരുത് സാർ. എനിക്ക് നിങ്ങൾ എപ്പോഴും ഇന്നേക്ക് നിനക്ക് കാലുകളിൽ വേണ്ടി സായന്തരം വരെ നിനക്ക് ടൈം ഞാൻ അനുവദിച്ചെന്ന്. എന്നിട്ട് നീ ഫിനാൻസ് ഇതുവരെ അടച്ചില്ല. ശരി, നീ ഇനി അടയ്ക്കണ്ട. എന്റെ കൂട്ടുകാരൻ നിന്നെ ഇപ്പൊ കൂപ്പിടും. നീ പാറ്. ഹലോ പറയടി. എടീ, ഞാൻ അങ്ങനെ ഉള്ളിട്ട് വളപട്ടണ ഫിനാൻസിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞില്ലേ? അത് അവര് തട്ടിപ്പായിരുന്നടി. നിന്റെ ഫോട്ടോ മോർഫിങ് ചെയ്ത് എന്റെ വാട്സാപ്പിൽ അയച്ചേക്കുന്നടി.
നോക്ക്. ഇവര് ഇത്രയും എന്തായാലും നീ അറിഞ്ഞില്ല, ഇത്രയും ദുഷ്ടന്മാരായിരുന്നു നീ അറിഞ്ഞില്ല. എനിക്ക് കേട്ടിട്ട് പേടിയാ. ഞാൻ നോക്കട്ടെ. നീ നോക്ക്. എനിക്ക് പേടിയാവുന്നത് ഈ കൈയും കാലം വിറയ്ക്കുന്നു കേട്ടിട്ട്. എന്തുവാടി ഇത്? എനിക്ക് അറിഞ്ഞൂടി, എനിക്ക് എന്നെ കേട്ട് കണ്ടിട്ട് എനിക്ക് കാലുകളിൽ വിറയ്ക്കുന്നുണ്ട്. പിന്നെ കൊച്ചോളെ പറ. ഞാൻ ഫോട്ടോസ് ഫുള്ള് കണ്ട് എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും കണ്ടടി, എനിക്ക് കണ്ടിട്ട് കാലുകളിൽ വിറയ്ക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും, ഭർത്താവിന്റെ മുഖത്ത് നോക്കും, മക്കളെ മുഖത്ത് നോക്കും, ഞാൻ എങ്ങനെയാ നോക്കുന്നത്? എന്ത് ചെയ്യും? ഇതുവരെ ഇത്രയും ചതിക്കുമെന്ന് കരുതിയില്ല നമ്മൾ. നീ എന്നെ ഒരിക്കലും കാണൂല പാറു. ഞാൻ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങളൊന്നും പറയൂല, അങ്ങനെയൊന്നും ചെയ്യും. മോളെ നീ പറയുന്ന കേക്ക്. മോളെ ഡി ഹലോ ഹലോ മോളെ, നീ ഒന്നും ചെയ്യരുത്, നമുക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. ഞാനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പണം അത് മനുഷ്യന് ആവശ്യമുള്ള ചക്രമാണ്. ഈ ആവശ്യം മുതലെടുത്ത് പല പേരിലും മൈക്രോ ഫിനാൻസുകൾ മലയാളികളെ പിഴിയുന്ന ഇക്കാലത്ത് അടവുകൾ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലാതെ ദിനവും സമൂഹത്തിൽ ആത്മഹത്യകളുടെ എണ്ണം പെരുകുമ്പോൾ അതിൽ അഭയം കണ്ടെത്താൻ നിർബന്ധിതരാകുന്ന അമ്മമാർ, പെങ്ങന്മാർ, അങ്ങനെ എത്രയെത്ര പേർ. മാറി വരുന്ന സർക്കാരുകൾ ഈ കൊള്ള കാണുന്നില്ലെന്നാണോ, അതോ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നതോ? നിങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന ജനങ്ങളുടെ ജീവന് ഇവിടെ എന്തുമില്ല.